ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഡേ 4 ഓഫ് ഗോവ ട്രിപ്പാണ്. ആൻഡ് ഇന്ന് നമ്മൾ തിരിച്ചു പോകുന്ന ഡേ കൂടിയാണ്. സോ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് റെഡിയായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴെ പോയി. അവിടെ ഇന്ന് ഇതായിരുന്നു പൂരി, ബാജി, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളെ ബാഗും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മളിതാ ഗോവനോട് വിട പറഞ്ഞ് പോവാണ്. എത്ര പെട്ടെന്ന് ആ 4 ഡേയ്സ് കഴിഞ്ഞ് പോയത്. ഇന്നലെ വന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. എനിവേ ഇതാ നമ്മൾ വന്ന സെയിം ടണലിൽ കൂടിയാണ് തിരിച്ചു പോകുന്നതും. നമ്മൾ ഓൾമോസ്റ്റ് വന്ന സെയിം റൂട്ടിലൂടെയാണ് തിരിച്ചു പോകുന്നത്. ബട്ട് ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ ജോഗ് വാട്ടർഫോൾസ് കാണാൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങോട്ട് ചെറിയൊരു ഡീവിയേഷൻ മാത്രമാണ് എക്സ്ട്രാ ഉള്ളത്. മോർണിംഗ് നേരത്തെ എണീറ്റ് റെഡി ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എല്ലാവരും സൈഡായി. പിന്നെ ഞങ്ങൾ എണീക്കണത് ഈ ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ്. ഇങ്ങോട്ടുള്ള ചുരം വളരെ ഡേഞ്ചറസ് ആയിരുന്നെന്നാണ് ഇവർ പറഞ്ഞത്. റോഡൊക്കെ പകുതി പൊളിഞ്ഞിട്ടും പിന്നെ ഫോഗൊക്കെ നിറഞ്ഞിട്ട് വിഷനൊക്കെ ഭയങ്കര ബ്ലറായിരുന്നു. അങ്ങനെ നമ്മൾ ഈ സ്റ്റോപ്പിലെത്തിയിട്ട് ഇവിടെ കുറച്ച് നേരം നിർത്തി. അവിടുന്ന് ഞങ്ങൾ കോണൊക്കെ വാങ്ങി. പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. ഈ തണുപ്പത്ത് ഈ കോണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി അങ്ങോട്ടുള്ള റോഡും ഏരിയ ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇത്രയും നേരം വന്ന പോലത്തെ അല്ല. ഇനി അങ്ങോട്ട് ചുരമാണ്. പിന്നെ ആ ഭാഗത്തൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ പോണ റോഡിൽ ഒരു ചെറിയ ഷോപ്പിൽ ഇങ്ങനെ പൈനാപ്പിൾ കട്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ അതും വാങ്ങി. അങ്ങനെ ജോഗ് വാട്ടർഫോൾസിലേക്ക് എത്തി. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയല്ല, അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് ഈ സ്റ്റാർട്ടിങ് ഏരിയയിൽ കണ്ടില്ല, ഇങ്ങനത്തെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡ്, മാഗിയും പിന്നെ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കൊടുക്കുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ വിചാരിച്ചു ജോഗ് വാട്ടർഫോൾസ് കണ്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് കഴിക്കാമെന്ന്. ഇവന്മാരൊക്കെ വെയിറ്റ് ആക്കി ഇരിക്കുകയായിരുന്നു എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്ന്, മഴ ഉള്ളത് കാരണം ഞങ്ങൾ റെയിൻകോട്ട് ഇട്ടിട്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ ഒബിയസ്ലി വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് നല്ല വെള്ളം അടിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല. ജോഗ് വാട്ടർഫോൾസ് കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഇത്രയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. ആൻഡ് ഓ മൈ ഗോഡ്, ഈ വ്യൂ വാസ് ലൈക്ക് അടിപൊളിയായിരുന്നു. ഇത് ആക്ച്വലി ഈ വീഡിയോസിലൊന്നും ജസ്റ്റിഫൈ ചെയ്യില്ലത്. ഇൻ റിയലുള്ള ആ ഒരു ഫീലും ആ വാട്ടർഫോളൊക്കെ വേറെ ലെവലാണ്. ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മഴയൊക്കെ ആയി. ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ കുറേ നോക്കി. പക്ഷെ കാറ്റും മഴയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അധികം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കണ്ട് കഴിഞ്ഞപ്പോക്കും നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അവിടെ പുറത്തുള്ള ഈ ഒരു തട്ടുകടയിൽ കയറിയിട്ട് ബ്രെഡ് ഓംലേറ്റും ചായയൊക്കെ കുടിച്ച് എഗെയിൻ നമ്മൾ ജേർണി സ്റ്റാർട്ടാക്കി. അങ്ങനെ കുറച്ച് യാത്രക്കൊക്കെ ശേഷം ഞങ്ങൾ ഒരു സിറ്റിയിലെത്തിയപ്പോൾ ഒരു ബേക്കറി കണ്ട്. അപ്പോൾ അവിടെ നിന്ന് വലിയ സ്നാക്സോ എന്തെങ്കിലും വാങ്ങാന്ന് വെച്ച് കയറിയതാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഡോണറ്റും ഒരു ചെറിയ കേക്ക് പീസൊക്കെ വാങ്ങി. പക്ഷെ പ്രതീക്ഷിച്ചകാടും വളരെ മോശമായിരുന്നു. ഭയങ്കര ക്രീമി ആൻഡ് ഓയിലി ആയിട്ട് ഈ റെഡ് വെൽവെറ്റ് ഒക്കെ എന്തോ പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ ടേസ്റ്റ്. എനിക്ക് തോന്നുന്നത് അത് പഴുകിയതാണെന്ന്. അതുകൊണ്ട് അത് അങ്ങനെ വെച്ച് കഴിക്കണമെന്ന് നിന്നില്ല. എന്നിട്ട് നമ്മൾ ഇനിയും ഉണ്ട്, നമുക്കൊരു 6.5 hours ഇനിയും ഉണ്ട് ജേർണി. സോ അങ്ങോട്ടുള്ള യാത്ര പോവുകയാണ്. അങ്ങനെ വീണ്ടും അടുത്തൊരു സിറ്റിയൊക്കെ ആയപ്പോക്കും ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഒന്നാമത്തെ നമ്മൾ ലഞ്ചൊന്നും കഴിച്ചില്ല. ഇങ്ങനെ ചെറിയ ചെറിയ സ്നാക്സ് കഴിക്കാതെ അല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ അടുത്തുള്ള ക്യാബ്സി കയറാന്ന് വെച്ച് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു വലിയ ബക്കറ്റ് തന്നെയാണ് ഓർഡർ ആക്കിയത്. അങ്ങനെ അത് കഴിച്ചിറങ്ങി. വയറൊക്കെ ഫില്ലായിപ്പോക്കും ഓരോരുത്തർ സൈഡ് ആവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഉറക്കൊക്കെ കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോക്കും നമ്മൾ തിരിച്ച് മൈസൂർ റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും നേരമുള്ള യാത്രയും വീഡിയോസും ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ആദ്യ ഉറക്കത്തിൽ എങ്ങനെയൊക്കെ റൂമിൽ കയറി വീണ്ടും ബാക്കി ബെഡിൽ കിടന്നുറങ്ങി. അങ്ങനെ മോർണിംഗ് എണീറ്റപ്പോഴാണ് പിന്നെ ചെറുതായിട്ടൊരു ബോധമൊക്കെ വന്ന്. അപ്പൊ നമ്മളെ ഔട്ട്രോ പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ വീണ്ടും എടുത്തതാണ്. ഈ മോർണിംഗ് വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ വ്യൂ ആണ്. ആൻഡ് അപ്പാരന്റ്ലി ഇന്നായിരുന്നു നമ്മളെ ലാസ്റ്റ് ഡേ ഈ ഫ്ലാറ്റില്. സോ ഇതൊരു മെമ്മറബിൾ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വ്യൂ എടുത്തത്. സോ അങ്ങനെ നമ്മളെ 4 ദിവസത്തെ ഗോവ ട്രിപ്പ് ഇതാ കഴിഞ്ഞിരിക്കുന്നു. സോ ഇനി കുറച്ച് വീഡിയോസും കണ്ടന്റും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ ഫ്രം മീ.